ഹായ് ഫ്രണ്ട്സ്, വില്ലേജ് സ്റ്റോറീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കൊടുങ്ങല്ലൂരിലേക്കാണ്. കൊടുങ്ങല്ലൂർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക കൊടുങ്ങല്ലൂർ ഉള്ള ക്ഷേത്രവും അവിടെ നടക്കുന്ന പ്രശസ്തമായ ഭരണി മഹോത്സവവും ഒക്കെയാണ്. എന്നാൽ ഇന്ന് കൊടുങ്ങല്ലൂർ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. കൊടുങ്ങല്ലൂരുള്ള ഒരു ലേക്ക് ഷോർ മുസിരിസ് ലേക്ക് ഷോർ പാർക്ക് എന്നൊരു പാർക്ക് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതിനോട് ബന്ധപ്പെട്ട് ചില ജല ടൂറിസം ഒക്കെ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. മുസിരിസ് എന്ന് പറഞ്ഞാൽ ഈ കൊടുങ്ങല്ലൂർ പണ്ട് ലോകത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമായിരുന്നു എന്നാണ് ചരിത്ര ഗവേഷകർ പറയുന്നത്. ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാണിജ്യ തുറമുഖ നഗരമായിരുന്നു കൊടുങ്ങല്ലൂർ എന്ന് പറയപ്പെടുന്നു. വിദേശികൾ കുരുമുളക് വാങ്ങുവാനും മറ്റുമായി ഇവിടെ വരികയും അവരുടെ പായ്ക്കപ്പലുകളും എല്ലാം നിരന്നു കിടന്നിരുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതുപോലെ അവരുമായി വ്യാപാരം ചെയ്യാൻ എത്തുന്ന തദ്ദേശീയരുടെ കെട്ടുവള്ളങ്ങളും കച്ചവടത്തിൽ വരുന്ന ജനങ്ങളും അവരുടെ ഇടയിൽ കൂടി മാർച്ച് നടത്തുന്ന പോർച്ചുഗീസ് പട്ടാളവും ഒക്കെയുള്ള ഒരു വളരെ തിരക്ക് പിടിച്ച സ്ഥലമായിരുന്നു അത്ര പണ്ട് ഈ കൊടുങ്ങല്ലൂർ. പിന്നീട് 1341 ഒരു പ്രളയത്തിൽ ഇവിടുന്ന് ഉണ്ടായ കുത്തൊഴുക്കിൽപ്പെട്ട് വൈപ്പിൻ ദ്വീപ് രൂപപ്പെട്ടുവെന്നും അതോടുകൂടി ഇവിടെ ഈ തുറമുഖത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയും തുറമുഖമൊക്കെ കൊച്ചിയിലേക്ക് മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ടൂറിസം പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒരു ബോട്ട് സർവീസാണ്. ഒന്നിലധികം ബോട്ടുകളുണ്ട് ഇവിടെ. അതായത് 24 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു ബോട്ടാണ്. അതിൽ 22,000 രൂപയാണ് അതിൻ്റെ ഒരു ടിക്കറ്റ് നിരക്ക് വരുന്നത് 24 പേർക്ക്. അതിൽ കാണുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ചേന്ദമംഗലം സിനഗോഗ് എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ ആരാധനാലയമാണ് സിനഗോഗ്. അതുകൂടാതെ പാലിയത്തച്ഛൻ്റെ കൊട്ടാരം, കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിമാരെ ആയിരുന്നല്ലോ പാലിയത്തച്ഛന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ അവരുടെ ഡച്ചുകാർ നിർമ്മിച്ചു കൊടുത്ത ഒരു കൊട്ടാരം. അതിനോട് അടുത്ത് തന്നെ അന്നത്തെ കാലത്ത് കൊട്ടാരത്തിലെ സ്ത്രീകളും 15 വയസ്സുള്ള കുട്ടികളും താമസിച്ചിരുന്ന ഒരു നാലുകെട്ട് എന്ന് പറയുന്ന ഒരു നാലുകെട്ടുണ്ട്. അത് കഴിഞ്ഞാൽ എക്കാലത്തെയും വളരെ പ്രഗത്ഭനായ സാമൂഹ്യ പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ ജന്മഗൃഹവും ഇതിൻ്റെ ഭാഗമായി നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള ടിക്കറ്റ് ചാർജ്, അത് കൂടാതെ അവിടെയുള്ള ഗൈഡുമാർക്കുള്ള ഫീസ്, പിന്നെ ബോട്ടിൻ്റെ ചാർജ്, ഉച്ചക്കത്തെ ഭക്ഷണം, വൈകുന്നേരത്തെ ഒരു ചായയും കടിയും ഉണ്ടാവും, ഇതെല്ലാം കൂടി ആണ് നമുക്ക് ഈ 24 പേർക്ക് 22,000 രൂപ വരുന്നത്. ഏകദേശം 5-6 മണിക്കൂറോളം നീളുന്ന ഒരു പരിപാടിയാണ് ഇത്. അങ്ങനെ നമ്മൾ ബോട്ടിൽ ആദ്യം യാത്ര ചെയ്യുന്നത് ചേന്ദമംഗലം സിനഗോഗിലേക്കാണ്. പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള വഴിയാണ്. പെരിയാറിൽ കൂടിയാണ് ഈ യാത്ര നടക്കുന്നത്. കൂടാതെ നമ്മൾ പെരിയാർ അറബിക്കടലിൽ പോയി ചേരുന്ന അഴിമുഖവും കണ്ടിട്ടാണ് മടങ്ങുന്നത്. വളരെ നല്ല ഒരു കായൽ യാത്ര പോലെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു യാത്രയാണ്. ചീനവലകളും അതുപോലെ ഫിഷിംഗ് ബോട്ടുകളും എല്ലാം നമ്മൾ ഈ കാഴ്ചയിൽ വരുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ പറയുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ചേന്ദമംഗലം സിനഗോഗിലാണ്. സിനഗോഗ് പുറമേ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. സിനഗോഗിൽ നിന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്ന ആദ്യ ഭാഗത്തിന് അസറ എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഇങ്ങനെ കുറേ ബോർഡുകളൊക്കെ ഉണ്ട്. അവിടുത്തെ കുറച്ച് ജൂത ഫാമിലികളുടെ ഡീറ്റെയിൽസൊക്കെ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത പ്രധാന ഹാളിലേക്കാണ് ഇവിടെ നിന്ന് കയറുക. ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്ന കുറച്ച് ഫാമിലികളുടെ ഫോട്ടോയൊക്കെയാണ്
മലബാറി ജ്യൂസ് എന്നറിയപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത് പണ്ട്. ഇപ്പോൾ ഹാളിലേക്ക് കയറിയാൽ ഈ കാണുന്ന ആലമാര പോലുള്ള ഈ ഭാഗം അൾത്താര എന്നൊക്കെ നമുക്ക് പറയാം. അതിൻ്റെ ഉള്ളിലാണ് അവരുടെ ആരാധന ഗ്രന്ഥം എന്ന് പറയുന്നത് തോറ എന്നാണ് പറയുന്നത്. ഈ തോറ സൂക്ഷിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതൊക്കെ വളരെ നല്ല ചിത്രപ്പണിയോട് കൂടിയൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ ഒറിജിനൽ ഇപ്പോൾ ഇസ്രായേലിലാണ്. ഇതിപ്പോൾ ഇവിടെ ഈ പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് പുനരാവിഷ്കരിച്ച ഒരു ഭാഗമാണിപ്പോൾ ഈ കാണുന്നത്. അതുപോലെ മുകളിലത്തെ ഡിസൈനൊക്കെ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. തൂക്കുവിളക്ക് കൊണ്ട് മനോഹരമായ തൂക്കുവിളക്കുണ്ട്. ഈ കാണുന്ന ഗ്രില്ലിട്ട ഭാഗമാണ് ബേമ എന്ന് പറയപ്പെടുന്ന ഭാഗം. ഇവിടെ നിന്നിട്ടാണ് അവരുടെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുക. ഇപ്പോൾ നമ്മൾ മുകളിൽ കയറിയിട്ട് അതിൻ്റെ ഒരു ബാൽക്കണി പോലുള്ളൊരു ഭാഗത്താണ് നിൽക്കുന്നത്. പ്രധാന ദിവസങ്ങളിൽ പുരോഹിതൻ ഇവിടെ നിന്നിട്ടാണ് തോറ വായിക്കുക. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളൊക്കെ മുകളിലാണ് നിൽക്കുക. ഈ താഴെ കാണുന്ന ആ ഗ്രില്ല് പോലുള്ള ഭാഗത്താണ് സാധാരണ ദിവസങ്ങളിൽ ഈ ഗ്രന്ഥം വായിക്കുന്നത്. പക്ഷേ പ്രധാന ദിവസങ്ങളിൽ മാത്രം ഈ ബാൽക്കണി പോലെ ഇപ്പോൾ കണ്ട ആ ഭാഗത്തു നിന്ന് വായിക്കും. അതിൻ്റെ തൊട്ട് പിന്നിലുള്ള ഈ സ്ഥലം മിഷിസ എന്ന് പറയുന്ന ഈ സ്ഥലമാണ്. അതിൻ്റെ പിന്നിൽ വേറൊരു ഹാളുണ്ട്. ആ ഹാളിലാണ് സ്ത്രീകൾ നിന്നിട്ട് പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്നത്. ഇതപ്പോൾ നമ്മൾ പ്രവേശിക്കുന്ന ഈ ഹാളിൽ ഇതിലേക്ക് അവർക്ക് വരുവാൻ പ്രത്യേക ഒരു വഴിയും ഒക്കെ ഉണ്ട്. കൂടാതെ ഈ സിനഗോഗിൽ 1269 AD അന്തരിച്ച ഒരു ഇസ്രായേൽ വനിതയുടെ ഒരു ശവകുടീരത്തിൻ്റെ ഭാഗമുണ്ട്. ഈ സ്റ്റെപ്പ് വഴിയാണ് സ്ത്രീകൾ കയറി വന്നിരുന്നത്. പ്രധാന ഹാളിലേക്ക് അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ പുറത്ത് കാണുന്ന ഇതൊക്കെ ഇവിടെ അടുത്ത് അവരുടെ ഒരു ശ്മശാനം ഉണ്ട്. അവിടെ നിന്ന് കിട്ടിയ ശവക്കല്ലറുകളുടെ മുകളിൽ നിന്ന് കിട്ടിയ കുറച്ച് ശിലാഫലകങ്ങളാണ്. ഹീബ്രു ലിപിയിലാണ് അതിലൊക്കെ ആലേഖനം ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ 1269 AD മരിച്ച വനിതയുടെ ശവകുടീരത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി കണ്ടെത്തിയ ഏറ്റവും പഴക്കമുള്ള ഒരു അവശിഷ്ടമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. അതിലെഴുതിയിരിക്കുന്നത് സാറാബത്ത എന്ന ആളുടെ ശവകുടീരമാണെന്നാണ് പറയപ്പെടുന്നത്. സാറാബത്ത എന്ന് പറഞ്ഞാൽ സാറ ഇസ്രായേലിൻ്റെ പുത്രി എന്നാണെന്ന് ഒരാളിൽ നിന്ന് അറിയാൻ കഴിയും. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതിൽ തെറ്റുണ്ടെങ്കിൽ അറിയാവുന്നവരെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അവിടുന്ന് വീണ്ടും നമ്മൾ യാത്ര തിരിച്ചിരിക്കുകയാണ്. അടുത്തായിട്ട് പോകുന്നത് പാലിയത്തച്ഛൻ്റെ കൊട്ടാരം കാണുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അവിടുത്തെ നമ്മൾ ബോട്ടിറങ്ങുന്ന സ്ഥലമാണിത്. അവിടുന്ന് കുറച്ച് ദൂരം നടന്നാലാണ് നമ്മൾ ഈ പാലിയം പാലസിലേക്ക് എത്തിച്ചേരുക. തിങ്കളാഴ്ച അവിടെ ഒഴിവ് ദിവസമാണ്. 10 മുതൽ 5 വരെയാണ് സാധാരണ ദിവസങ്ങളിലെ പ്രവേശനം. ഡച്ചുകാർ ഇവിടെ ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാരുടെ കോട്ട പിടിച്ചടക്കാൻ ഡച്ചുകാരെ പാലിയത്തച്ഛൻ സഹായിച്ചതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് ഡച്ചുകാർ ഈ കൊട്ടാരം പണിത് നൽകിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ മുമ്പുണ്ടായിരുന്ന ഒരു കൊട്ടാരം ആൾട്ടർ ചെയ്തിട്ട് ഡച്ച് മാതൃകയും കേരള മാതൃകയും എല്ലാം കൂടി കൂട്ടിയിണക്കിയ ഒരു കൊട്ടാരമാണിത്. ഇത് പഴയ ബാത്റൂമിൻ്റെ അവശിഷ്ടങ്ങളാണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അനുവദിക്കില്ല. പുറത്തുനിന്നുള്ള വ്യൂ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. ഇതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ വളരെ നിഗൂഢമായ ഒത്തിരി കാഴ്ചകളൊക്കെ വിവരങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അവർ പാലിയത്തച്ഛന് ഉപയോഗിച്ചിരുന്ന തോക്ക്, വാള്, അതുപോലെ അവരുടെ പൂജാ സാധനങ്ങൾ, അതുപോലെ മീറ്റിംഗ് ഹാളിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ പുറകിൽ നിന്ന് ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ കാണാൻ പറ്റുന്ന രീതിയിൽ ഏകദേശം 160 ഡിഗ്രിയിലുള്ള പിൻഭാഗം റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലൊരു ഗ്ലോബ് പോലെയുള്ള ഒരു വസ്തു അദ്ദേഹം ഇരിക്കുന്നതിൻ്റെ മുൻഭാഗത്തായി തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ് കയറിക്കഴിഞ്ഞാൽ. വളരെ നിഗൂഢമായ ഒരു അനുഭവം. എന്തൊക്കെയോ ചില രഹസ്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് നമുക്ക് തോന്നും കയറിയാൽ. അതുപോലെ ശിക്ഷാവിധി നടപ്പാക്കിയിരുന്ന ഒരു ചെറിയൊരു റൂം അവിടെ കാണാം, ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിനൊക്കെ ഉള്ളത്. അപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് പാലിയം നാലുകെട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഈ പാലിയം നാലുകെട്ട് മ്യൂസിയം എന്ന് പറയുന്നത് കൊട്ടാരത്തിലെ സ്ത്രീകളും അതുപോലെ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുമൊക്കെ ആൺകുട്ടികളുമൊക്കെ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ്.
ഈ നാലുകെട്ടിൻ്റെ ഉള്ളിലും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അനുവദനീയമല്ല. നമുക്കവിടെ ചെന്നാൽ ആ പഴയ കാലത്തിൻ്റെ ഓർമ്മകളൊക്കെ നമുക്കിങ്ങനെ മനസ്സിൽ ഓർമ്മ വരും. ഇതിൻ്റെ ഉള്ളിലത്തെ നടുമുറ്റമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു വീഡിയോ പ്രദർശനമൊക്കെ ഉണ്ടാവും ചെന്ന് കഴിഞ്ഞാൽ. അത് പാലിയം കൊട്ടാരത്തിലും ഉണ്ടാവും. അതിൽ ഒത്തിരി ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒക്കെ തേക്ക് തടി തടികൾ കൊണ്ടാണ് ഇന്നത്തെ പണികളൊക്കെ നടത്തിയിരിക്കുന്നതെന്നാണ് അവിടുത്തെ ഗൈഡുമാരൊക്കെ പറഞ്ഞത്. ഈ നാലുകെട്ടിൽ മുകളിൽ പോയാൽ കുറച്ച് മുറികളും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന റാന്തൽ, പാനീസ് വിളക്ക്, അതുപോലെ ചൂട്ടുകറ്റയൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ പറയപ്പെടുന്ന ആ കാലത്ത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കുറച്ച് ചൂട്ടുകറ്റയൊക്കെ അവിടെ ഇരിക്കുന്നത് കാണാം. പിന്നെ അവിടെയുള്ള മുറികളും ഒക്കെ നമുക്ക് കയറി കാണാൻ പറ്റും. കൂടാതെ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നതിനൊരു രഹസ്യ വഴിയും അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ പറ്റും. പിന്നീട് പാലിയം കൊട്ടാരവും അതുപോലെ നാലുകെട്ടും കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിനുള്ള സമയമായി. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അതും ഈ പെരിയാറിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ നോൺ വെജും വെജും രണ്ട് വിധത്തിലുള്ള ഭക്ഷണവും നമുക്കുണ്ട്. അത്യാവശ്യം നല്ല ഭക്ഷണമൊക്കെ ആയിട്ടാണ് തോന്നിയത്. അവിടെ നിന്നുള്ള കാഴ്ചയാണ്. നിറയെ ചീനവലകളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അവിടുന്ന് നേരെ പോകുന്നത് സഹോദരൻ അയ്യപ്പൻ്റെ ജന്മഗൃഹം കാണാൻ വേണ്ടിയിട്ടാണ്. സഹോദരൻ അയ്യപ്പൻ നമുക്കെല്ലാവർക്കും അറിയാം, പഴയ കാലത്തെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹം ജാതി വ്യവസ്ഥയ്ക്കൊക്കെ എതിരായിട്ട് ഒത്തിരി പോരാട്ടങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ്. അന്നത്തെ പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടുള്ള ശ്രീനാരായണ ഗുരുസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, കുമാരനാശാൻ ഇവരൊക്കെ ആയിട്ട് അദ്ദേഹം വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ കുറേയധികം ഫിഷിംഗ് ബോട്ടുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ പല സ്റ്റേറ്റുകളുടെയും, അതായത് കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ലക്ഷദ്വീപിലെയും ഒക്കെ ഫിഷിംഗ് ബോട്ടുകൾ ഇവിടെ ഉണ്ടെന്നാണ് ബോട്ടിലെ ജീവനക്കാർ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. ബോട്ടിൽ നിന്ന് നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽസൊക്കെ അവർ പറഞ്ഞു തരും. ഈ കാണുന്നത് മഞ്ഞുമാതാ പള്ളി എന്ന് പറയും. പണ്ട് ടിപ്പു സുൽത്താൻ ആക്രമിക്കാൻ വന്ന സമയത്ത് ഇവിടെയുള്ള ആൾക്കാർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവിടെ മൂടൽമഞ്ഞ് രൂപപ്പെട്ടു എന്നും, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമില്ല, അത് കടലാണ് എന്ന് തോന്നിയത് കാരണം ടിപ്പു സുൽത്താൻ തിരിച്ചു പോയി എന്നുമാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ദേവാലയത്തിന് മഞ്ഞുമാതാ പള്ളി എന്ന പേര് വന്നതെന്നാണ് പറയുന്നത്. അവിടെയൊന്നും ഇറങ്ങുന്നില്ല, നമുക്ക് പോണ വഴി കാണിച്ചു തരുന്നതേ ഉള്ളൂ. നമ്മൾ ഈ 3 സ്ഥലത്താണ് ഇറങ്ങുന്നത്. നമ്മൾ ഈ ബോട്ട് യാത്ര കഴിഞ്ഞിട്ട് വീണ്ടും ചേരമാൻ പെരുമാൾ അതിൻ്റെ ഒരു പള്ളി കാണാൻ പോകുന്നുണ്ട്. ഇവിടെ ഈ സഹോദരൻ അയ്യപ്പൻ്റെ വീട്ടിൽ സ്ഥലത്ത് നമ്മൾ എത്തിയാൽ ഇവിടെ ഇങ്ങനെ ഒരു കല്ല് കാണാം. അതായത് പഴയ തിരുവിതാംകൂറിനെയും കൊച്ചിയെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ഒരു ബോർഡർ ലൈനാണ് ഇവിടെ ഈ കാണുന്ന ഒരു കല്ല് എന്നാണ് പറയുന്നത്. ഇത് അദ്ദേഹം നടത്തിയ ഒരു പന്തിഭോജനത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള അതിൻ്റെ ഓർമ്മകൾ, അതിൻ്റെ സ്മരണാർത്ഥം സ്ഥാപിച്ചിട്ടുള്ള ഒരു ചുമർചിത്രമാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം എല്ലാ ജാതിക്കാരെയും കൂട്ടി ഒരു സമൂഹ സദ്യ, താഴ്ന്ന ജാതിക്കാരും ഉയർന്ന ജാതിക്കാരും ഒക്കെ ഇതിനോട് താല്പര്യമുള്ളവരെ, ഈ ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ളവരൊക്കെ അണിനിർത്തിക്കൊണ്ടൊരു സമൂഹ സദ്യ നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അതിൻ്റെ ഒരു സ്മാരകമായിട്ടുള്ളൊരു ചുമർചിത്രമാണ് നമ്മൾ കണ്ടത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഒരു 3 കെട്ടാണ്. അതായത് പണ്ട് കാലത്ത് സാമ്പത്തികം ഉണ്ടെങ്കിൽ കൂടിയും താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് 4 കെട്ടുണ്ടാക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട് ഒരു 3 കെട്ടാണ്. 3 സൈഡിൽ വീടിൻ്റെ ഭാഗങ്ങളും 4ാമത്തെ ഭാഗത്തൊരു ചുമരാണ്. അവിടെ നിന്ന് നേരെ കയറുക മുറ്റത്തേക്കാണ്. 1889 ആഗസ്റ്റ് മാസം 22-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്.
തെക്കേ ഈഴവ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം 1928-ലും 1931-ലും കൊച്ചി നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം എതിരില്ലാതെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ 3 കെട്ടിൻ്റെ നടുമുറ്റാണ് ഈ കാണുന്നത്. അവിടെ കാല് കഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു കല്ലുകൊണ്ടുള്ള ഒരു ഭാഗം കാണാം. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും തർക്കശാസ്ത്രത്തിൽ ബിരുദം ഒക്കെ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ വളരെയധികം പോരാട്ടങ്ങൾ നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് സഹോദരൻ അയ്യപ്പൻ. ആ വീടിൻ്റെ ഉത്ഭാവമൊക്കെ പഴയ രൂപത്തിൽ തന്നെ ഓലമേഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പണ്ടുള്ളത് തന്നെയാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ജനിച്ച മുറിയാണ് ഈ കാണുന്നത്. ഇത് അതിൻ്റെ വീടിൻ്റെ ഹാളും മുറികളും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളൊക്കെ അവിടെ പല ഭാഗത്തായിട്ട് ഇതേപോലെ ബോർഡ് രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ആ കാണുന്ന വാതിൽ തുറന്നാൽ നേരെ പുറത്തേക്കാണ് ഇറങ്ങുക. ആ ഭാഗത്ത് വീടിൻ്റെ ഭാഗം ഉണ്ടാവില്ല. അതാണ് 3 കെട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഈ 3 ഭാഗത്ത് മാത്രമാണ് വീടിൻ്റെ ഭാഗം ഉണ്ടാവുള്ളൂ. നല്ല മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ വീടിരിക്കുന്നത്. വൃക്ഷങ്ങളുടെയൊക്കെ തണലും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അതിന് തൊട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും നൈഷ്ഠിക ബ്രഹ്മചാരിയുമായിരുന്നു എന്ന് പറയുന്ന അച്യുതൻ വൈദ്യർ താമസിച്ചിരുന്ന മഠമാണ്. ശ്രീനാരായണ ഗുരുസ്വാമി, ചട്ടമ്പി സ്വാമികൾ, മഹാകവി കുമാരനാശാൻ എന്നിവരൊക്കെ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ആ വീട് വളരെ മനോഹരമായിട്ടുള്ളൊരു വീടായിട്ട് നമുക്ക് തോന്നും. ഈ കുളത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ആചമനം ചെയ്ത കുളം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആചമനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് മുമ്പൊക്കെ ഒരു ശരീരശുദ്ധി ചെയ്യുന്നതിനെയാണ് ആചമനം ചെയ്യുക എന്ന് പറഞ്ഞ് അതിൻ്റെ അർത്ഥം എന്നാണ് പലരിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ വന്ന സമയത്ത് ആ കുളത്തിൽ നിന്ന് ശരീരശുദ്ധി വരുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഇത് 3 കെട്ടിൻ്റെ പിൻഭാഗമാണ്. ഇവിടെ സഹോദരൻ അയ്യപ്പൻ്റെ പേരിൽ ഒരു കമ്മ്യൂണിറ്റി ഹാളും ഒരു ലൈബ്രറിയും ഒക്കെ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ആ ലൈബ്രറിയോട് ചേർന്നാണ് ശ്രീനാരായണ ഗുരുസ്വാമികൾ ആചമനം ചെയ്ത കുളം എന്ന പേരിലുള്ള കുളം കാണുന്നത്. ഇത് റോഡ് മാർഗം വരുമ്പോൾ ഇവിടേക്ക് കയറുന്നതിനുള്ള എൻട്രൻസാണ് ഈ കാണുന്നത്. നമ്മൾ ബോട്ടിൽ വരുമ്പോൾ നേരെ ആ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇറങ്ങുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു അർത്ഥകായ പ്രതിമയൊക്കെ നമുക്ക് കാണാം. ഇവിടെ പ്രവർത്തിക്കുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ ഇനിയിപ്പോൾ അഴിമുഖം കാണാൻ വേണ്ടിയിട്ടാണ് അടുത്തായിട്ട് പോകുന്നത്. അഴിമുഖത്തേക്കുള്ള യാത്രയുടെ ഇടയിൽ നമുക്കിങ്ങനെ കുറേ ബോട്ടുകൾ, ഫിഷിംഗ് ബോട്ടുകളൊക്കെ കാണാം. കാണുന്നത് അഴിമുഖമാണ്. പെരിയാർ വന്ന അറബിക്കടലിൽ ചേരുന്ന സ്ഥലമാണ് കാണുന്നത്. ഇവിടം വരെ നമ്മൾ വരുള്ളൂ. ഇതിൻ്റെ ഒരു ഭാഗം എറണാകുളം ജില്ലയും ഈ സൈഡ് എതിർ സൈഡ് തൃശ്ശൂർ ജില്ലയാണ്. ഇവിടെ കുറച്ചും കൂടി വൈകിട്ടാണ് വരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു സൺസെറ്റൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കുറച്ച് നേരത്തെയാണ്. പോകുന്ന വഴികളിലൊക്കെ നിറയെ ചീനവലകൾ കാണാം. ഈ ബോട്ട് യാത്ര നമുക്ക് വളരെ മനോഹരമായ പല കാഴ്ചകളും നമുക്ക് സമ്മാനിക്കുന്നതാണ്. പോണവഴിക്ക് നമുക്ക് ഇതിൻ്റെ പിൻഭാഗത്ത് വന്നിട്ട് പുറത്തേക്ക് നോക്കി കാണാം എന്നുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ബോട്ടിൽ നമുക്ക് മൈക്കും എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് സെൻറ്റ് തോമസ് ആദ്യമായി ഇന്ത്യയിൽ വന്ന് സ്ഥാപിച്ച പള്ളി ആണെന്നാണ് പറഞ്ഞത്. അവിടെയും നമ്മൾ ഇറങ്ങുന്നില്ല. അത് ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് കാണിച്ചു തരും. അത് നമ്മൾ തിരിച്ച് പുറപ്പെട്ട സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്.
ഇനി ഈ ടൂർ പാക്കേജിൽ ഉൾപ്പെടാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ചേരമാൻ ജുമാ മസ്ജിദ് എന്ന മസ്ജിദിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. AD 629 ആണ് ഈ പള്ളി നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിനായി മക്കയിലേക്ക് പോവുകയും അവിടുന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് തിരിച്ചു വരുന്ന വഴി മരണപ്പെട്ടു എന്നുമാണ് പറയുന്നത്. അതിനുശേഷം അറബ് നാട്ടിൽ നിന്നും ഇവിടെ എത്തിയ മാലിക് ഇബ്നു ദിനാർ എന്ന ആളാണ് ഈ പള്ളി പണി കഴിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും ഖബർ ഈ പള്ളിയുടെ ഉള്ളിൽ ഉണ്ടെന്ന് ആണ് അറിയാൻ കഴിഞ്ഞത്. അതുകൂടാതെ ഇവിടെ അണ്ടർഗ്രൗണ്ടിലായിട്ട് മറ്റൊരു പ്രാർത്ഥന ഹാൾ കൂടെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു നിലവിളക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, തൂക്കുവിളക്ക്. താഴത്തെ പ്രാർത്ഥനാ ഹാളിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുകൂടി കൊടുത്താൽ വീണ്ടും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.